ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. സോ ഇന്ന് നമ്മൾ അടുത്തായിട്ട് പഠിക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് വേവ് ഓപ്റ്റിക്സ് ആണ്. വേവ് ഓപ്റ്റിക്സിലെ ഇൻ്റർഫറൻസ് ഓഫ് ലൈറ്റ് എന്ന് പറയുന്ന ഒരു പോർഷനാണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഇൻ്റർഫറൻസ് എന്ന് പറഞ്ഞാൽ ഒറ്റ വേർഡിൽ പറഞ്ഞാൽ ജസ്റ്റ് നമുക്ക് പറയാം സൂപ്പർ പൊസിഷൻ ഓഫ് ടു വേവ്സ്, അതായത് രണ്ട് വേവ്സ് തമ്മിലുള്ള സൂപ്പർ പൊസിഷൻ, അതാണ് ഇൻ്റർഫറൻസ് എന്ന് പറഞ്ഞാൽ. ഇനി ഡിസ്ക്രൈബ് ചെയ്ത് പറയാം. The phenomena of redistribution of light energy due to the superposition of light, അതായത് superposition of light waves from two or more coherent sources is called interference. Interference എന്ന് പറഞ്ഞാൽ രണ്ട് അല്ലെ അതിൽ കൂടുതൽ coherent sources നിന്ന് വരുന്ന ലൈറ്റ് വേവ്സ് സൂപ്പർ പൊസിഷൻ ചെയ്യുമ്പോഴത്തേക്ക് എന്താ, അവരുടെ ലൈറ്റ് എനർജി എന്ന് പറയുന്നത് റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ആ റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഫിനോമിനയ്ക്ക് പറയുന്ന പേരാണ് ഇൻ്റർഫറൻസ്. അപ്പോൾ എന്താ മനസ്സിലായോ? ദ ഫിനോമിന ഓഫ് റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് ലൈറ്റ് എനർജി റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. എപ്പോഴാണ്, എങ്ങനെയാണ്? ഡ്യൂ ടു ദ സൂപ്പർ പൊസിഷൻ ഓഫ് ലൈറ്റ് വേവ്സ് തമ്മിൽ സൂപ്പർ പൊസിഷൻ ചെയ്യുമ്പോഴത്തേക്ക് എങ്ങനെയാണ്? ഫ്രം ടു ഓർ മോർ കൊഹറൻറ്റ് സോഴ്സസ്, രണ്ട് അല്ലെ അതിൽ കൂടുതൽ കൊഹറൻറ്റ് സോഴ്സസിൽ വരുന്ന ലൈറ്റ് വേവ്സ് സൂപ്പർ പൊസിഷൻ ചെയ്യുമ്പോഴത്തേക്ക് ലൈറ്റ് എനർജി റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ആ ഒരു ഫിനോമിനയ്ക്കാണ് ഇൻ്റർഫറൻസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാം പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ എന്താണെന്ന് നോക്കാം. It states that the resultant displacement produced at a point. Principle of superposition എന്ന് പറഞ്ഞാൽ it states the resultant displacement produced at a point. ഒരു പോയിന്റിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന റിസൾട്ടൻ്റ് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് ഇൻ എ കണ്ടിന്യൂസ് മീഡിയം, ഒരു കണ്ടിന്യൂസ് മീഡിയത്തിൽ ഡ്യൂ ടു എ നമ്പർ ഓഫ് വേവ് ഈസ് ദ വെക്റ്റർ സം ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് പ്രൊഡ്യൂസ്ഡ് ബൈ ഇൻഡിവിജ്വൽ വേവ്സ്. അതായത് ഈ പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർപൊസിഷൻ പറയുന്നത് വെച്ചാൽ ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് ദ റിസൾട്ടൻ്റ് ഡിസ്പ്ലേസ്മെൻറ്റ് പ്രൊഡ്യൂസ്ഡ് അറ്റ് എ പോയിന്റ്, ഒരു കണ്ടിന്യൂസ് മീഡിയത്തിൽ ഒരു പോയിന്റിൽ ഉണ്ടാകുന്ന റിസൾട്ടൻ്റ് ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത് അത് ഈക്വൽ ടു ടു എ നമ്പർ ഓഫ് മീഡിയം ഡ്യൂ ടു എ നമ്പർ ഓഫ് വേവ്സ്. പല വേവ്സ് കാരണം ഉണ്ടാകുന്ന ഒരു കണ്ടിന്യൂസ് മീഡിയത്തിൽ ഒരു പോയിന്റിൽ ഉണ്ടാകുന്ന റിസൾട്ടൻ്റ് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് ഇസ് ദ വെക്റ്റർ സം ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് പ്രൊഡ്യൂസ്ഡ് ബൈ ഇൻഡിവിജ്വൽ വേവ്സ്. അതിന് ഓരോ വേവ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ വെക്റ്റർ സമ്മിനോട് ഈക്വൽ ആയിരിക്കും എന്നാണ് ഈ ഒരു പ്രിൻസിപ്പിൾ പറയുന്നത്. മനസ്സിലായോ? എന്ന് ഒന്നുകൂടെ പറയാം. സ്റ്റേറ്റ്സ് ദാറ്റ് റിസൾട്ടൻ്റ് ഡിസ്പ്ലേസ്മെൻറ്റ് പ്രൊഡ്യൂസ്ഡ് അറ്റ് എ പോയിന്റ്, ഒരു പോയിന്റിൽ ഉണ്ടാകുന്ന റിസൾട്ടൻ്റ് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് ഇൻ എ കണ്ടിന്യൂസ് മീഡിയം, ഒരു കണ്ടിന്യൂസ് മീഡിയത്തിൽ ഡ്യൂ ടു എ നമ്പർ ഓഫ് വേവ്സ് ഇൻ ദ വെക്റ്റർ സം, ഡ്യൂ ടു എ നമ്പർ ഓഫ് വേവ്സ്, പല വേവ്സ് കാരണം ഉണ്ടാകുന്ന ഒരു കണ്ടിന്യൂസ് മീഡിയത്തിൽ ഒരു പോയിന്റിൽ ഉണ്ടാകുന്ന റിസൾട്ടൻ്റ് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് അതെന്താ ഈക്വൽ ആവുന്നത്? ഈക്വൽ ടു ദ വെക്റ്റർ സം ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് പ്രൊഡ്യൂസ്ഡ് ബൈ ഇൻഡിവിജ്വൽ. ഓരോ ഇൻഡിവിജ്വൽ വേവ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഡിസ്പ്ലേസ്മെൻറ്റിന് വെക്റ്റർ സമ്മിനോട് ഈക്വലാണ്. ഒരു മാത്തമാറ്റിക്കലി ദ റിസൾട്ടൻ്റ് ഡിസ്പ്ലേസ്മെൻറ്റ് എങ്ങനെയാണ് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുന്നത്? y = y1 + y2 + y3 + എക്സെട്ര yn എന്ന് വെച്ചാൽ y1 y2 y3 എക്സെട്ര yn എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ഇൻഡിവിജ്വൽ വേവ്സിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് ആണ് y1 y2 എന്ന് പറഞ്ഞ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ y എന്ന് പറയുന്നത് എന്തായിരിക്കും? റിസൾട്ടൻ്റ് ഡിസ്പ്ലേസ്മെൻറ്റ്. അത് ഈക്വൽ ടു ഓരോ ഇൻഡിവിജ്വൽ വേവ്സിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ വെക്റ്റർ സമ്മാണ്, അതായത് y1 + y2 + y3 എക്സെട്ര yn. ഓക്കെ, ഇനി വെൻ ടു ക്രസ്റ്റ് ഓവർലാപ്പ് ദ സൂപ്പർപൊസിഷൻ വേവ്, ഇനി രണ്ട് ക്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ്, രണ്ട് ക്രസ്റ്റുകൾ തമ്മിൽ ഓവർലാപ്പ് ചെയ്യുകയാണെങ്കിൽ ദ സൂപ്പർപൊസിഷൻ വേവ് റീച്ചസ് എ മാക്സിമം ഹൈറ്റ്. സൂപ്പർപൊസിഷൻ വേവ് എന്ന് പറഞ്ഞാൽ ഒരു മാക്സിമം ഹൈറ്റിൽ റീച്ച് ചെയ്യും. ദിസ് സോർട്ട് ഓഫ് ഇൻ്റർഫറൻസ് ഈസ് കോൾഡ് കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ്. അങ്ങനെ ഒരു ഇൻ്റർഫറൻസ് എന്ന് പറയുന്നതാണ് കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ്, ബിക്കോസ് ഇറ്റ് ഇൻക്രീസസ് ദ ഓവറോൾ ആംപ്ലിറ്റ്യൂഡ്. കാരണം അത് ഓവറോൾ ആംപ്ലിറ്റ്യൂഡിനെയാണ് ഇൻക്രീസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് എന്ന് പറയും. ഇനി വെൻ ദ ക്രസ്റ്റ് ഓഫ് എ വേവ് ഓവർലാപ്പ് വിത്ത് എ ട്രഫ് ഓഫ് അനദർ വേവ്, ഇനിയിപ്പം ഒരു ക്രസ്റ്റ് മറ്റൊരു വേവിൻ്റെ ട്രഫുമായിട്ടാണ് ഓവർലാപ്പ് ചെയ്യുന്നതെന്ന് വെച്ചോ ദ വേവ് ക്യാൻസൽ ഈച്ച് അതർ ഔട്ട് ടു സം ഡിഗ്രി. അപ്പോൾ ആ വേവ്സ് തമ്മിൽ ക്യാൻസലായി പോകും. ഇനി if the waves are symmetrical, they will cancel out completely. ഇനി വേവ്സ് സിമ്മട്രിക്കൽ ആണെങ്കിൽ അത് കംപ്ലീറ്റ്ലി അവർ ക്യാൻസൽ ആയി പോകും. ദിസ് സോർട്ട് ഓഫ് ഇൻ്റർഫറൻസ് ഈസ് കോൾഡ് അതിനെയാണ് ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് പറയുന്നത്. അപ്പം രണ്ട് വേവ്സിൻ്റെ ക്രസ്റ്റ് തമ്മിൽ ഓവർലാപ്പ് ചെയ്യുകയാണെങ്കിൽ അത് കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് എന്ന് പറയാം. കാരണം മാക്സിമം ആംപ്ലിറ്റ്യൂഡ് ആയിരിക്കും അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇനി രണ്ട് വേവ്സ്, ഒരു വേവിൻ്റെ ക്രസ്റ്റ് ആണ് മറ്റേ ട്രഫ്, അത് ക്യാൻസലായി പോകും ഓവർലാപ്പ് ചെയ്യുമ്പം. അപ്പം അങ്ങനെ അപ്പോൾ സിമ്മട്രിക്കൽ ആകുമ്പോൾ അത് ക്യാൻസൽ ഔട്ട് ആയി പോകും.
പോവും കംപ്ലീറ്റ് ആയിട്ട്. അങ്ങനെ ഒരു ഇൻ്റർഫറൻസിന് പറയുന്നതാണ് ഡിസ്ട്രക്ടറി ഇൻ്റർഫറൻസ് എന്ന് പറയാം. ഇനി കൊഹറൻറ്റ് സോഴ്സസ് എമിറ്റ് ലൈറ്റ് വേവ് ഹാവിങ് സെയിം വേവ് ലെങ്ത്, കൊഹറൻറ്റ് സോഴ്സ് എമിറ്റ് ചെയ്യുന്ന ലൈറ്റ് എന്ന് പറഞ്ഞാൽ അവർക്ക് സെയിം വേവ് ലെങ്ത് കാണും, സെയിം ഫ്രീക്വൻസി, സെയിം ഫേസ് ഓർ കോൺസ്റ്റൻറ്റ് ഫേസ് ഡിഫറൻസ്, അല്ലെങ്കിൽ അവർക്ക് സെയിം ഫേസ് അല്ലെങ്കിൽ കോൺസ്റ്റൻറ്റ് ഫേസ് ഡിഫറൻസും കാണും. ഇനി കണ്ടീഷൻ ഫോർ ഇൻ്റർഫറൻസ് ഓഫ് ലൈറ്റിൻ്റെ ഇൻ്റർഫറൻസ് ഓഫ് ലൈറ്റിൻ്റെ കണ്ടീഷൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ദ സോഴ്സ് മസ്റ്റ് ബി കൊഹറൻറ്റ്. ഒന്നാമത്തെ കാര്യം സോഴ്സ് എന്ന് പറയുന്നത് കൊഹറൻറ്റ് ആയിരിക്കണം. ഇനി ഫേസ് ഓഫ് പോളറൈസേഷൻ മസ്റ്റ് ബി ഓഫ് ദ സെയിം ഫോർ ദ ഇൻ്റർഫറിംഗ് ബീം. ഇൻ്റർഫറിംഗ് ബീംസിന് അതിൻ്റെ പ്ലെയിൻ ഓഫ് പോളറൈസേഷൻ എന്ന് പറയുന്നത് ഇഫ് ദ ലൈറ്റ്സ് ആർ പോളറൈസ്ഡ് ആണെങ്കിൽ അതിൻ്റെ പ്ലെയിൻ ഓഫ് പോളറൈസേഷൻ എന്ന് പറയുന്നത് സെയിം ആയിരിക്കണം. ഫോർ ദ ഇൻ്റർഫറിംഗ് ബീംസിന് പ്ലെയിൻ ഓഫ് പോളറൈസേഷൻ എന്ന് പറയുന്നത് സെയിം ആയിരിക്കണം. ദ ബീം മസ്റ്റ് ഹാവ് നിയർലി ദ സെയിം ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ. ബീംസിന് മസ്റ്റ് ഹാവ് നിയർലി ദ സെയിം ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ. ആ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത് ആ ബീംസിനെല്ലാം സെയിം ആയിരിക്കണം. പിന്നെ ഇൻ്റർഫറിംഗ് വേവ് ഷുഡ് ഹാവ് നിയർലി ദ സെയിം ആംപ്ലിറ്റ്യൂഡ് ഫോർ ഗുഡ് ഫ്രിഞ്ച് വിസിബിലിറ്റി. അതായത് നല്ല ഫ്രിഞ്ച് വിസിബിലിറ്റിക്ക് വേണ്ടി ഇൻ്റർഫറിംഗ് വേവ്സിനെല്ലാം സെയിം ആംപ്ലിറ്റ്യൂഡും ഏകദേശം സെയിം ആംപ്ലിറ്റ്യൂഡും ആയിരിക്കണം. ഇനി നമുക്ക് നോക്കാം കൊഹറൻസ് എന്താണ്. കൊഹറൻസ് ഓഫ് എ വേവ് റിഫർ ടു ദ ആക്യുറസി വിത്ത് വിച്ച് ദ ലൈറ്റ് ക്യാൻ ബി റെപ്രസെൻറ്റഡ് ബൈ എ പ്യുവർ സൈൻ വേവ്. കൊഹറൻസ് എന്ന് പറഞ്ഞാൽ ഓഫ് വേവ് റിഫർ ടു ദ ആക്യുറസി വിത്ത് വിച്ച് ദ ലൈറ്റ് ക്യാൻ ബി റെപ്രസെൻറ്റഡ്. ആക്യുറസി വിത്ത് വിച്ച് ദ ലൈറ്റ് ക്യാൻ ബി റെപ്രസെൻറ്റഡ് ബൈ എ പ്യുവർ സൈൻ വേവ്. ഒരു പ്യുവർ സൈൻ വേവിന് ഒരു ലൈറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ആക്യുറസി, അതിനെയാണ് കൊഹറൻസ് എന്ന് പറയുന്നത്. കൊഹറൻസ് ഓഫ് എ വേവ് എന്ന് പറഞ്ഞാൽ refers to the accuracy with which the light can be represented by ഒരു പ്യുവർ സൈൻ വേവിന് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ലൈറ്റിൻ്റെ ആക്യുറസി, അതിനെയാണ് കൊഹറൻസ് എന്ന് പറയുന്നത്. ഇനി 2 ടൈപ്സ് ഉണ്ട് കൊഹറൻസ്. ടെമ്പറൽ കൊഹറൻസും ഉണ്ട്, സ്പേഷ്യൽ കൊഹറൻസും ഉണ്ട്. ടെമ്പറൽ കൊഹറൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് റിഫേഴ്സ് ടു ദ ഫേസ് കോറിലേഷൻ ബിറ്റ്വീൻ ദ ലൈറ്റ് വേവ് അറ്റ് ദ സെയിം പോയിന്റ് ഡ്യൂറിങ് എ ടൈം ഇൻ്റർവെൽ. ടെമ്പറൽ കൊഹറൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് റിഫേഴ്സ് ടു ദ ഫേസ് കോറിലേഷൻ ബിറ്റ്വീൻ ദ ലൈറ്റ് വേവ് അറ്റ് ദ സെയിം പോയിന്റ് ഡ്യൂറിങ് എ ടൈം. ഒരു ടൈം ഇൻ്റർവെല്ലിൽ ഒരു സെയിം പോയിന്റിൽ ഉണ്ടാവുന്ന ഫേസ് കോറിലേഷൻ, രണ്ട് ലൈറ്റ് വേവ്സ് തമ്മിൽ ഉണ്ടാകുന്ന ഒരു സെയിം പോയിന്റിലുണ്ടാകുന്ന ഫേസ് കോറിലേഷനാണ് ടെമ്പറൽ കൊഹറൻസ്. അപ്പം നമുക്ക് ഓർക്കാം സ്പേഷ്യൽ കൊഹറൻസ് എന്തായിരിക്കും, 2 പോയിന്റിലുണ്ടാകുന്നത്, അത്രയേ ഡിഫറൻസ് ഉള്ളൂ. നമുക്ക് നോക്കാം. സ്പേഷ്യൽ കൊഹറൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് റെഫേഴ്സ് ടു ദ ഫേസ് കോറിലേഷൻ ബിറ്റ്വീൻ ലൈറ്റ് വേവ് അറ്റ് ടു സ്പേഷ്യലി സെപ്പറേറ്റഡ് പോയിന്റ്സ്. അതായത് ഫേസ് കോറിലേഷൻ ബിറ്റ്വീൻ ദ ലൈറ്റ് വേവ്സ് തമ്മിലുള്ള ഫേസ് കോറിലേഷൻ അറ്റ് 2 സ്പേഷ്യലി സെപ്പറേറ്റഡ് പോയിന്റ്സ്, 2 സ്പേഷ്യലി സെപ്പറേറ്റഡ് പോയിന്റ്സ് തമ്മിലുള്ള കോറിലേഷനാണ് പറയുന്നത്. മെഷർഡ് അറ്റ് ദ സെയിം ടൈം, അത് സെയിം ടൈമിലായിരിക്കും മെഷർ ചെയ്യുന്നത് ഇൻ എ പ്ലെയിൻ നോർമൽ ടു ദ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷന് നോർമലായിട്ടുള്ള ഒരു പ്ലെയിനിൽ, പ്ലെയിനിലായിരിക്കണം ഈ പോയിൻറ്റ്സ് ഉണ്ടായിരിക്കുന്നത്. അപ്പം 2 സ്പേഷ്യലി സെപ്പറേറ്റ് ചെയ്ത പോയിൻറ്റ്സിലുണ്ടാകുന്ന ലൈറ്റ് വേവ്സിൻ്റെ ഫേസ് കോറിലേഷൻ, അതാണ് പറയുന്നത്. ഇനി നമുക്ക് നോക്കാം ഇൻറ്റൻസിറ്റി. ഇൻറ്റൻസിറ്റി ഈസ് പ്രൊപ്പോർഷണൽ ടു ദ സ്ക്വയർ ഓഫ് ആംപ്ലിറ്റ്യൂഡ്. ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് അത് ആംപ്ലിറ്റ്യൂഡിൻ്റെ സ്ക്വയറിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ് ഡ്യൂ ടു സൂപ്പർ പൊസിഷൻ ഓഫ് 2 വേവ്സ് ഓഫ് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്, അതായത് ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ് ഡ്യൂ ടു സൂപ്പർ പൊസിഷൻ ഓഫ് 2 വേവ്സ് ഓഫ് ആംപ്ലിറ്റ്യൂഡ് A1 A2, 2 വേവ്സ് കൺസിഡർ ചെയ്യുക. അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഒരെണ്ണത്തിൻ്റെ A1 മറ്റേൻ്റെ A2. അപ്പോൾ ആ 2 വേവ്സ് തമ്മിൽ സൂപ്പർ പൊസിഷൻ ചെയ്യുകയാണ്. സൂപ്പർ പൊസിഷൻ ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് അതിൻ്റെ ഫേസ് ഡിഫറൻസ് തന്നെ ലാംഡ ആയിരിക്കും. പൈ ഈക്വൽ ടു A1 സ്ക്വയർ പ്ലസ് A2 സ്ക്വയർ പ്ലസ് 2A1 A2 കോസ് ലാംഡ. ഇതായിരിക്കും അതിൻ്റെ ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത്. കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് എന്ന് പറയുന്നത് അത് മാക്സിമം ആംപ്ലിറ്റ്യൂഡ് ആയിരിക്കും. മാക്സിമം ആംപ്ലിറ്റ്യൂഡിലവിടെ കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് എന്ന് പറഞ്ഞാൽ മാക്സിമം ആംപ്ലിറ്റ്യൂഡ് ഇഫ് ദ ഫേസ് ഡിഫറൻസ് ലാംഡ ഈസ് ഈക്വൽ ടു 0 പ്ലസ് ഓർ മൈനസ് 2π പ്ലസ് ഓർ മൈനസ് 4π എക്സെട്ര ആണെങ്കിൽ ദെൻ ഐമാക്സ് എന്ന് പറഞ്ഞാൽ A1 പ്ലസ് A2 ദ ഹോൾ സ്ക്വയർ ആയിരിക്കും അതിൻ്റെ ഐമാക്സ് എന്ന് പറഞ്ഞാൽ. ഇനി കണ്ടീഷൻ ഫോർ കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പാത്ത് ഡിഫറൻസ് n ലാംഡ ആയിരിക്കണം. വേറെ n ഈസ് ഈക്വൽ ടു 0, 1, 2 എക്സെട്ര. ഇനി ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് പറയുമ്പോൾ നേരെ ഓപ്പോസിറ്റ്. ഇവിടെ മാക്സിമം ആംപ്ലിറ്റ്യൂഡ്, ഇവിടെ മിനിമം ആംപ്ലിറ്റ്യൂഡ് ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ഡെൽറ്റ എന്ന് പറയുന്നത് പ്ലസ് ഓ മൈനസ് പൈ പ്ലസ് ഓ മൈനസ് 3π പ്ലസ് ഓ മൈനസ് 5π അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഐ മിനിമം എന്ന് പറയുന്നത് A1 മൈനസ് A2 ദ ഹോൾ സ്ക്വയർ ആയിരിക്കും. അപ്പോൾ എന്താ കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് എന്താണെന്ന് നമുക്കൊന്ന് ചോദിച്ചാൽ ജസ്റ്റ് പറയാം. കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് പറഞ്ഞാൽ മാക്സിമം ആംപ്ലിറ്റ്യൂഡ്, അവിടുത്തെ ഫേസ് ഡിഫറൻസ് പറഞ്ഞാൽ 0, 2π ഈവൻ നമ്പേഴ്സ് ആയിരിക്കും. ഇവിടെ ഓർക്കുക ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് ആണെങ്കിൽ ഓഡ് നമ്പേഴ്സ് ആയിരിക്കും. 3π 5π ഇതൊക്കെയാണ്
അതിൻ്റെ ഈ ഓഡ് നമ്പേഴ്സ് ആയിരിക്കും. പിന്നെ അവിടുത്തെ ഇൻറ്റൻസിറ്റി I max എന്ന് പറഞ്ഞാൽ A1 A + A²² ഡിസ്ട്രക്റ്റീവ് ഇൻഡിഫറൻസ് ആകുമ്പം A1 - A² എന്നാവും. ഇനി ഇതിൻ്റെ ഡിസ്ട്രക്റ്റീവ് ഇൻഡിഫറൻസിൻ്റെ പാത്ത് ഡിഫറൻസ് നോക്കി കഴിഞ്ഞാൽ n-1/2 ലാംഡ. n-1/2 ലാംഡ നേരത്തെ n ലാംഡ ആയിരുന്നു ഇവിടെ പാത്ത് ഡിഫറൻസ് കൺസ്ട്രക്റ്റീവ് ഇൻഡിഫറൻസിൻ്റെ. ഡിസ്ട്രക്റ്റീവ് ഇൻഡിഫറൻസിൻ്റെ n-1/2 ലാംഡ വേർ n = 1, 2, 3 എക്സെട്ര. ഓക്കെ, ഇനി നമുക്ക് ഒപ്റ്റിക്കൽ പാത്ത് എന്താണെന്ന് ചോദിച്ചാൽ ഒപ്റ്റിക്കൽ പാത്ത് DOP എന്ന് പറയുന്നത് ഇക്വലൻ ടു ഡിസ്റ്റൻസ് D ഇൻ എ മീഡിയം ഓഫ് ഡിസ്ട്രക്റ്റീവ് ഇൻഡിഫറൻസ് മ്യൂ ഉള്ള ഒരു മീഡിയത്തിലെ ഡിസ്റ്റൻസ് ഡിയോട് ഇക്വലൻ്റ് ആയിരിക്കും DOP എന്ന് പറയുന്നത്. DOP = μD. DOP എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഡിഫൈൻ ചെയ്യാം ഇസ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ലൈറ്റ് ഇൻ വാക്യൂത്തിൽ ലൈറ്റ് ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് അറ്റ് എ ഒരു ടൈം ഇൻ്റർവെല്ലിൽ ടു കവർ ദ ഡിസ്റ്റൻസ് D ഇൻ ദ മീഡിയം. ഈ ഡിസ്റ്റൻസ് D കവർ ചെയ്യാൻ എടുക്കുന്ന മീഡിയം ഈ ആ മീഡിയത്തിൽ ഡിസ്റ്റൻസ് D കവർ ചെയ്യാൻ എടുക്കുന്നത് ആ ഒരു ടൈം ഇൻ്റർവെൽ. ഇഫ് T ഈസ് ദ ടൈം ടേക്കൺ ബൈ ലൈറ്റ്. ഇനി ലൈറ്റ് എടുക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ T ആണ്. ടു കവർ ദ ഡിസ്റ്റൻസ് D, ഈ ഡിസ്റ്റൻസ് D കവർ ചെയ്യാൻ വേണ്ടി എടുക്കുന്ന ടൈം എന്ന് പറയുന്നത് T ആണെങ്കിൽ ഇൻ എ മീഡിയം ഹാവിങ് വെലോസിറ്റി V ഉള്ള ഒരു മീഡിയത്തിൽ അതാണെങ്കിൽ ദെൻ D = VT എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി ദ ഡിസ്റ്റൻസ് കറസ്പോണ്ടിങ് ടു ദിസ് ഇൻ വാക്യൂം. ഇനി വാക്യത്തിലാണ് എങ്കിൽ DOP എന്ന് പറയുന്നത് = CT. അപ്പം നമുക്ക് എഴുതാൻ പറ്റും DOP/D എന്ന് പറയുന്നത് CT/VT എന്ന് പറഞ്ഞെഴുതാം. ഇനി DOP/D എന്ന് പറയുകയാണെങ്കിൽ നേരത്തെ നമ്മളൊരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. DOP = μD എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം DOP/D എന്ന് പറയുകയാണെങ്കിൽ എന്തായിരിക്കും? ഉറപ്പായിട്ടും മ്യൂ ആയിരിക്കും. അപ്പം നമുക്ക് DOP/Dക്ക് വരാം മ്യൂ എന്ന് എഴുതാം. ദെയർഫോർ C/V = മ്യൂ എന്ന് പറഞ്ഞാൽ കാരണം T ക്യാൻസൽ ആയപ്പോൾ C/V = മ്യൂ. അതാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ. അടുത്ത എൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത് കൊസൈൻ ലോ ആണ്. തിയറി ഓഫ് തിൻ ഫിലിംസ്, കൊസൈൻ ലോ, റിഫ്ലക്റ്റഡ് സിസ്റ്റം. ഓക്കെ, കൊസൈൻ ലോ ആണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആദ്യം തന്നെ ഈ ഒരു ഡയഗ്രാം ശ്രദ്ധിക്കുക. ഇതൊരു മീഡിയമാണ്. ഓക്കെ, ഈ ഒരു മീഡിയത്തിൽ ഇവിടുന്ന് ഒരു വേവ് വരികയാണ്. A എന്ന് പറയുന്ന ഒരു വേവ് ഇവിടെ വന്ന് ഈ അറ്റത്ത് ഇവിടെ മുട്ടി ദെൻ അത് റിഫ്ലക്റ്റ് ചെയ്ത് പോയി C എന്ന് പറയും. ഇനി ഇത് കുറച്ച് എക്സ്റ്റെൻഡ് ആയിട്ട് കുറച്ച് വേവ്സ് D എന്ന് പറയുന്ന അടുത്ത ഒരു പോർഷനിൽ ഇവിടെ വന്ന് റിഫ്ലക്റ്റ് ആയിട്ട് F എന്ന് പറഞ്ഞ് റിഫ്ലക്റ്റായി ഈ ഒരു മീഡിയത്തിൽ നിന്ന് പോവും. അപ്പം നമുക്കിവിടെ രണ്ട് റിഫ്ലക്റ്റഡ് വേവ്സ് ഉണ്ട്. സിയും ഉണ്ട്, എഫും ഉണ്ട്. പിന്നെ രണ്ട് സ്ഥലത്ത് ഇത് വന്നു, ബിയും പിന്നെ ഡിയും. ഇനി ഇത് നോർമലായിട്ട് വരച്ചു, ഇവിടുന്ന് ഒരു പെർപെൻഡിക്കുലർ വരച്ചു ഇവിടുന്ന്. പിന്നെ ഇത്രയാണ് നമ്മുടെ ഈ ഒരു ഡയഗ്രാം എന്ന് പറയുന്നത്. പിന്നെ ഈ മീഡിയത്തിന് ഇത് നമ്മളുടെ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ T ആയിരിക്കും. ഇത്രയോ ഈ ഒരു ഡയഗ്രാം വരയ്ക്കുള്ളൂ. പിന്നെ ഇതിൻ്റെ നോർമൽ ഇവിടെ 6 ആണ്. പിന്നെ ഇവിടെ ഈ ഒരു ഇൻസിഡൻറ്റ് റേ വന്ന് നോർമലുമായിട്ടുള്ള ആംഗിൾ എന്ന് പറഞ്ഞാൽ I ആയിരിക്കും. റിഫ്ലക്റ്റഡ് റേയുടെ ആംഗിൾ എന്ന് പറഞ്ഞാൽ 6 ആയിരിക്കും. പിന്നെ ഇവിടെ I ആയതുകൊണ്ട് ഇത് രണ്ടും പാരലൽ ആയതുകൊണ്ട് ഇവിടെ I ആവുമ്പം ഇവിടെ I വരും. പിന്നെ ഓക്കെ പിന്നെ ഇവിടെ 6 ആയതുകൊണ്ട് ഇവിടെ 6 വരും, ബിക്കോസ് ഇതൊരു പാരലലാണ്. ഇപ്പം ഈ ഒരു ഡയഗ്രാം എളുപ്പമാണ്. നമുക്ക് ജസ്റ്റ് ഈ ഒരു ഡയഗ്രത്തിൽ നിന്നാണ് ഈ ഒരു ലോ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഫുൾ എഴുതാൻ പോകുന്നത്. അതുകൊണ്ട് ഈ ഡയഗ്രാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് കൊസൈൻ ലോ ഓൾമോസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും ചോദിക്കുന്ന ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. സോ നമുക്കപ്പം കൊസൈൻ ലോ പഠിക്കാം. പാത്ത് ഡിഫറൻസ് എക്സ് എന്ന് പറഞ്ഞാൽ ആദ്യം നമുക്ക് എഴുതാം BD. അതായത് BD നോക്കാം. BD + D അതാണ് ആ ഫിലിമിൽ, ഇതൊരു ഫിലിമായിട്ടാണ്. ഈ ഒരു മീഡിയം എന്ന് പറഞ്ഞൊരു ഫിലിമാണ്. അപ്പോൾ ആ ഫിലിമിലാണ്, തിൻ ഫിലിമിലുള്ള അതാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പം BD + DE എന്ന് പറയുന്നത് ഇൻ ദ ഫിലിം മൈനസ് BP ഇൻ ദ എയർ. അതായത് BP ഇത് എയറിലാണ്, ഇത് എയറും ഇത് ഫിലിമും. സോ BD + DE എന്ന് മൈനസ് BP ആയിരിക്കും അതിൻ്റെ പാത്ത് ഡിഫറൻസ് എക്സ് എന്ന് പറയുന്നത്. BD + DE ഇൻറ്റു അപ്പം നമുക്ക് പറയാൻ പറ്റും, അപ്പം നമുക്ക് എഴുതാൻ പറ്റും BD + DE ഇൻറ്റു മ്യൂ എന്ന് പറഞ്ഞ് കൺസിഡർ ചെയ്യുക. കാരണം മ്യൂ എന്ന് പറഞ്ഞാൽ ഈ ഒരു മീഡിയത്തിൻ്റെ ഇതായിട്ട് കൺസിഡർ ചെയ്തിട്ട് ഫിലിമിനെ കൺസിഡർ ചെയ്തിട്ട് ഇൻറ്റു മൈനസ് BP എന്ന് പറഞ്ഞ ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. ഇത് നമ്മൾ കൺസിഡർ ചെയ്യുക ട്രയാങ്കിൾ BJD ആൻഡ് ട്രയാങ്കിൾ JDE നോക്കാം. BJD ആൻഡ് JDE ഈ രണ്ട് ട്രയാങ്കിൾസ് കൺസിഡർ ചെയ്യുക.
ഇനി ആംഗിൾ ബി നമുക്ക് ഈ രണ്ട് ട്രയാങ്കിൾ കോൺഗ്രുവൻ്റ് ആണെന്ന് കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ എന്താ ബി ഡി ഈ രണ്ട് ആംഗിൾസ് ഈക്വൽ ആണെന്ന് എഴുതാം അല്ലേ. ഇത് രണ്ടും ആംഗിൾസ് ഈക്വൽ ആണെന്ന് എഴുതാം. പിന്നെ ജെ ഡി ഈ ഒരു സൈഡ് എന്ന് പറയുന്നത് കോമൺ ആണ്, മാത്സിലൊക്കെ പഠിക്കുന്നതാണ്. സോ അപ്പം ഈ സൈഡ് കോമൺ ആണ്, രണ്ട് ആംഗിൾസും ഈക്വൽ ആണ്. സോ നമുക്ക് എഴുതാം ഈ ട്രയാങ്കിൾസ് രണ്ടും കോൺഗ്രുവൻ്റ് ആണ്, ഈക്വൽ ആണെന്ന് എഴുതാം. എന്നിട്ട് നമുക്ക് പറയാം അപ്പം എന്താ അങ്ങനെ പ്രൂവ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടും ബി ഡി ഇസിക്കൽ ടു ഡി എന്ന് കിട്ടും. ബി ഡി ഇസിക്കൽ ടു ഡി. അപ്പം നമുക്ക് എന്താ ഇത് രണ്ടും ഇവിടെ ബി ഡി പ്ലസ് ഡി എന്നാണ്. അപ്പം ഒരെണ്ണം എഴുതിയാൽ മതി, കാരണം രണ്ടും ഈക്വലാണ്. നമ്മൾ ബി ഡി എഴുതുന്നു, ബി ഡി പ്ലസ് ബി ഡി ഇസിക്കൽ ടു ബി ഡി പ്ലസ് ബി ഡി, അപ്പോൾ 2BD. അപ്പം നമ്മൾ ബി ഡി പ്ലസ് ഡിക്ക് പകരം നേരെ എഴുതുന്നു 2BD ഇൻറ്റു മ്യൂ മൈനസ് ബി പി ഇസിക്കൽ ടു എക്സ് എന്ന് പറഞ്ഞ് എഴുതും. മനസ്സിലായല്ലോ. ഇനി കൺസിഡർ ട്രയാങ്കിൾ ബി ജി ഡി നോക്കാം. ബി ജി ഡി ഈ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുക. കോസ് ആർ ഈ ആംഗിൾ ആറാണ്. സോ കോസ് ആർ എടുക്കുമ്പം കോസ് ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ്. അപ്പം ബി ജി ഡിവൈഡഡ് ബൈ ബി ഡി. അഡ്ജസൻറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ ബി ജി ഡിവൈഡഡ് ബൈ ബി ഡി. അപ്പം ബി ജി ഡിവൈഡഡ് ബൈ ബി ഡി എന്ന് പറയുമ്പോഴത്തേക്ക് ഈസിക്കൽ ടു കോസ് ആർ എന്ന് പറഞ്ഞ് എഴുതാം. അപ്പം ബി ജി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞായിരുന്നു ഓൾറെഡി ഈ ഒരു ഗ്യാപ്പിന് ടി എന്ന് പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ ബി ജിക്ക് വരും ടി എഴുതാമല്ലോ. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ബി ജി ബൈ ബി ഡി ഇസിക്കൽ ടു കോസ് ആർ, ടി ബൈ ബി ഡി ഇസിക്കൽ ടു കോസ് ആർ എന്ന് എഴുതി. കാരണം ബി ജി ഇസിക്കൽ ടു ടി ആണ്. ബി ഡി ഇപ്പം നമുക്ക് എഴുതാം, ഇതിങ്ങോട്ട് വന്നു, ഈ കോസ് ആർ ഇങ്ങോട്ട് വന്നു, ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ പോലെ ബി ഡി ഇസിക്കൽ ടു ടി ബൈ കോസ് ആർ എന്ന് എഴുതി. അപ്പോൾ നമുക്കിവിടെ ബി ഡി ഇസിക്കൽ ടു ടി ബൈ. അപ്പം നേരെ ബി ഡി ഈ ഒരു ഇക്വേഷനിലോട്ട് ബി ഡിക്ക് പകരം ഞാൻ ഈ ഒരു വാല്യൂ ടി ബൈ കോസ് ആർ ഇട്ട് കൊടുക്കുന്നു. എഴുതാം 2 ഇൻറ്റു ടി ബൈ കോസ് ആർ ഇൻറ്റു മ്യൂസ് മൈനസ് ബി പി ഇസിക്കൽ ടു എക്സ് പാത്ത് ഡിഫറൻസ് ആണല്ലോ. ഓക്കെ. കൺസിഡറിങ് ട്രയാങ്കിൾ ബി പി കൺസിഡർ ചെയ്യുന്നു. ട്രയാങ്കിൾ ബി പി ഇ ഈ ഒരു വലിയ ട്രയാങ്കിളാണ് നമ്മൾ കൺസിഡർ ചെയ്തു. അപ്പോൾ എന്താ ബി പി സൈൻ ഐ ആണ് ഇനി ഞാൻ കണ്ടുപിടിക്കുന്നത്. ഇതാണ് ആംഗിൾ ഐ. അപ്പം സൈൻ എടുക്കുമ്പോഴത്തേക്ക് തന്നെ ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടനസ്. ദെയർഫോർ ബി പി ഇതാണ് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ്. ബി ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ് ബി പി ബൈ ബി എന്ന് എഴുതാം. അവിടെ ഇത് എഴുതി ബി പി ബൈ ബി ഇസിക്കൽ ടു സൈൻ ഐ. ദെയർഫോർ ബി പി എന്ന് പറഞ്ഞാലായിരിക്കും ബി സൈൻ എ. ഇന്നിങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്തു ബി ഇൻറ്റു സൈൻ എ എന്ന് പറഞ്ഞെഴുതി. ഇക്വേഷൻ 3 ആയിട്ട് കൊടുത്തു. കൺസിഡർ ട്രയാങ്കിൾ ബി ജെ ഡി. വീണ്ടും ട്രയാങ്കിൾ ബി ജെ ഡി എന്ന് പറയുന്ന ഒരു ട്രയാങ്കിൾ ഈ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുന്നു. ആ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുമ്പോഴത്തേക്ക് ബി ജെ ബൈ ബി ഡി എന്ന് പറയുന്നത് എന്താ, ഞാനിപ്പം സൈൻ ആറാണ് ഇനി കൺസിഡർ ചെയ്യാൻ പോകുന്നത്. സൈൻ ആറ് കൺസിഡർ ചെയ്തു. ഈ ആറ് സൈൻ ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ ബി ജെ ബൈ ബി ഡി. ബി ജെ ബൈ ബി ഡി ഇവിടെ കാണിച്ചു. ബി ജെ ബൈ ബി ഡി ഇസിക്കൽ ടു സൈൻ ആർ എന്ന് പറഞ്ഞ് എഴുതി. ദെയർഫോർ ബി ജെ ഇസിക്കൽ ടു ഇത് ഇങ്ങോട്ട് കോൺസുമ്പോൾ ബി ഡി ഇൻറ്റു സൈൻ ആർ എന്ന് എഴുതി. ഇനി ബി ജെ ഇസിക്കൽ ടു ടി ബൈ കോസ് ആർ. കാരണം ബി ഡി എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ഇക്വേഷൻ തന്നെ എഴുതിയായിരുന്നു, ടി ബൈ കോസ് ആർ എന്ന് എഴുതിയായിരുന്നു. ബി ഡിക്ക് വരെ ടി ബൈ കോസ് ആർ ഇൻറ്റു സൈൻ എ എന്ന് എഴുതി. നമുക്ക് സൈൻ ആർ ബൈ കോസ് ആർ എന്ന് പറയുന്നത് എന്താ, ടാൻ ആർ ആണ്. ദെയർഫോർ ടി ഇൻറ്റു ടാൻ ആർ എന്ന് പറഞ്ഞ ഇക്വേഷൻ 4. ഇനി കൺസിഡർ ട്രയാങ്കിൾ ബി ജെ ഡി ആൻഡ് ജെ ഡി ഇ ഈ രണ്ട് ട്രയാങ്കിൾസ് വീണ്ടും കൺസിഡർ ചെയ്യുന്നു. ഓക്കെ. അപ്പോൾ എന്താ ബി ജെ ഇസിക്കൽ ടു ജെ ഇ നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്താണ്. നമുക്ക് പറയാം ഈ രണ്ട് ട്രയാങ്കിൾസും കോൺഗ്രൻ്റ് ആയതുകൊണ്ട് പറയാം ബി ജെ ഇസിക്കൽ ടു ജെ ഇ ആണ്. ഈ രണ്ട് സൈഡ്സും ഈക്വൽ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. കാരണം ഈ ട്രയാങ്കിൾ കോൺഗ്രൻ്റ് ആണെന്ന് നമ്മൾ നേരത്തെ പ്രൂവ് ചെയ്തായിരുന്നു. അതുകൊണ്ട് നമുക്ക് തന്നെ പറയാം ബി ജെ എന്ന് പറയുന്നത് ബി ഇ എന്ന് പറയുന്നത് 2BJ ആയിട്ട് എഴുതാം. കാരണം തന്നെ എന്നാ ബി ജെ എന്ന് പറയുന്നത് ഓക്കെ ബി ഇ എന്ന് പറയുന്ന ഈ സൈഡ് എന്ന് പറഞ്ഞാൽ ബി ജെ പ്ലസ് ജെ ഇ ആണല്ലോ. ഈ സൈഡും കൂടെ പ്ലസ് ചെയ്യുന്നതാണ് ബി ഇ എന്ന് പറയുന്ന ഈ ഒരു വലിയ സൈഡ്. അപ്പം നമുക്ക് പറയാം ബി ജെ പ്ലസ് ജെ ഇ ഇസിക്കൽ ടു ബി ഇ. അപ്പം ഈ രണ്ട് സൈഡ്സും ഈക്വൽ ആണെങ്കിൽ ഒരു സൈഡ് എടുത്താൽ പോരെ, എന്നിട്ട് ഇൻറ്റു 2 ചെയ്താൽ മതി. അപ്പോൾ ബി ജെ നമ്മൾ എടുക്കുകയാണ്. അപ്പോൾ ബി ഇ ഇസിക്കൽ ടു 2BJ എന്ന് എഴുതുവാണ്. ഓക്കെ. ബി ഇസിക്കൽ ടു 2BJ എന്ന് എഴുതി. ഇനി എന്നാ അപ്പോൾ ഇക്വേഷൻ നമ്പർ 5. ഇനി ബി ഇസിക്കൽ ടു ബി ജെക്ക് വരെ നമ്മൾ നേരത്തെ എഴുതിയായിരുന്നു ടി ടാൻ ആർ എന്ന് എഴുതുന്നു. സബ്സ്റ്റിറ്റ്യൂട്ടിങ് ബി ഇ ഇൻ ഇക്വേഷൻ 3. ഇക്വേഷൻ 3 നമ്മൾ എന്താ ബിക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് 2T tan r ഇൻറ്റു സൈൻ ഐ എന്ന് പറഞ്ഞ് കിട്ടും. സബ്സ്റ്റിറ്റ്യൂട്ട്. ഇനി ഈ ഇക്വേഷൻ 6 നേരെ കൊണ്ട് ഇക്വേഷൻ 2 സബ്സ്റ്റിറ്റ്യൂട്ട്. ഇക്വേഷൻ 2 ഏതായിരുന്നു? ഇക്വേഷൻ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഇക്വേഷൻ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നിൽക്കുമ്പോൾ എക്സ് ഈസിക്കൽ ടു നമ്മൾ ബി പിക്ക് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് എന്താ
ടു മ്യൂ ടി കോസ് ആർ മൈനസ് 2t ടാൻ ആർ. ഇതിൻ്റെ അകത്ത് ടു ടി ബൈ കോസ് ആർ നമുക്ക് കോമൺ എടുക്കാൻ പറ്റും. പിന്നെ നമ്മൾ ജസ്റ്റ് എന്താ മേളിലും താഴെയും ഈ ടാൻ ആറിനെ സൈൻ ആർ ബൈ കോസ് ആർ എന്ന് എഴുതും. ടാൻ ആറിനെ സൈൻ ആർ ബൈ കോസ് ആർ എന്ന് എഴുതുന്നു. അപ്പോൾ എന്താ എനിക്ക് എഴുതാൻ പറ്റും ടാൻ ആർ എന്ന് പറഞ്ഞാൽ സൈൻ ഐ ബൈ കോസ് ആണ്, സൈൻ ആർ ബൈ കോസ് ആർ ആണ്. അപ്പോൾ ടാൻ ആറിന് വരെ അത് എഴുതി. എന്നിട്ട് എന്താ ടു ടി കോസ് ആർ ഇത് കോമൺ എടുത്ത് വെച്ചു. ഇനി എന്താ മിച്ചമുള്ളത് മ്യൂ മൈനസ് സൈൻ ഐ ബൈ സൈൻ ആർ. മ്യൂ എന്ന് പറഞ്ഞാൽ എന്താണ് സൈൻ ഐ ബൈ സൈൻ ആർ അക്കോർഡിംഗ് ടു സ്നെൽസ് ലോ. അപ്പോൾ സൈൻ ഐ ബൈ സൈൻ ആർ എന്ന് എഴുതി. മ്യൂ എന്ന് പറഞ്ഞാൽ സൈൻ ഐ ബൈ സൈൻ ആർ ആണ്. ഇനി നമുക്ക് അതിന് മുമ്പ് നമുക്ക് ആദ്യം പിന്നെ ഒരു കാര്യം നോക്കാം. ഈ ഒരു ഇക്വേഷനിലോട്ട് സൈൻ ആർ മേളിലും താഴെ ഇൻറ്റു ചെയ്യുന്നു. ജസ്റ്റ് മേളിലും താഴെയായിട്ട് സൈൻ ആർ ബൈ സൈൻ ആർ ഇൻറ്റു ചെയ്യുന്നു. അപ്പം മേളിലും ഇൻറ്റു ചെയ്തു, താഴെ ഇൻറ്റു ചെയ്തു. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. സൈൻ ആർ മേളിലും താഴെ ഇൻറ്റു ചെയ്യുകയാണ്. അത് കട്ട് ചെയ്ത് പോകുന്നതുകൊണ്ട് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. ഓക്കെ, 2t കോസ് ആർ വെളിയിലുണ്ട്. മ്യൂ മൈനസ് സൈൻ സ്ക്വയർ ആർ. അപ്പം നമുക്ക് സൈൻ ആർ ഇൻറ്റു സൈൻ ആർ സൈൻ സ്ക്വയർ ആറായിട്ട് എഴുതാം. പിന്നെന്താ പിന്നെ ഈ സൈൻ ആർ ഇൻറ്റു സൈൻ ആർ എന്ന് പറഞ്ഞാൽ സൈൻ സ്ക്വയർ ആറായിട്ട് എഴുതും. സൈൻ ഐ ബൈ സൈൻ ആർ എന്ന് പറഞ്ഞാൽ നമുക്ക് മ്യൂ ആയിട്ടും എഴുതാൻ പറ്റും. അതാണ് ഇവിടെ എഴുതിയേക്കുന്നത്. 2t ബൈ കോസ് ആർ എന്ന് പറഞ്ഞാൽ നേരത്തെ കോമൺ എടുത്തു. മ്യൂ മൈനസ് സൈൻ ആർ ഇൻറ്റു സൈൻ ആർ സൈൻ സ്ക്വയർ ആറായിട്ട് എഴുതി. പിന്നെ സൈൻ ആർ ബൈ സൈൻ ആർ ബൈ കോസ് ആർ എന്ന് പറഞ്ഞാൽ മ്യൂ ആയിട്ട് എഴുതി. മ്യൂ കോമൺ എടുക്കാമല്ലോ. ഞാൻ 2 മ്യൂ ടി കോസ് ആർ കോമൺ എടുത്തു. മിച്ചമുള്ള 1 മൈനസ് സൈൻ സ്ക്വയർ ആർ. 1 മൈനസ് സൈൻ സ്ക്വയർ ആർ എന്ന് പറഞ്ഞാൽ കോസ് സ്ക്വയർ ആറാണ്. അപ്പോൾ കോസ് സ്ക്വയർ ആറും കോസ് ആറും കൂടെ കട്ട് ചെയ്ത് കോസ് ആർ. അപ്പോൾ 2 മ്യൂ ടി കോസ് ആർ എന്നാണ് എനിക്ക് എൻ്റെ ആൻസർ കിട്ടിയത്. അപ്പോൾ നമുക്ക് പാർട്ട് ഡിഫറൻസ് ഈസ് ഈക്വൽ ടു 2 മ്യൂ ടി കോസ് ആർ. ദെയർഫോർ ടോട്ടൽ പാർട്ട് ഡിഫറൻസ് പറഞ്ഞാൽ ലാംഡ ഈസ് ഈക്വൽ ടു delta is equal to x plus or minus lambda by 2 എന്ന് പറഞ്ഞ് എഴുതാം. Therefore delta is equal to 2 mu t cos r plus or minus lambda by 2. Since when there is a reflection at a denser medium, ഒരു denser mediumത്തിലാണ് reflection ഉണ്ടായെങ്കിൽ path change of lambda by 2 occurs. path change പറഞ്ഞാൽ lambda by 2 ആയിരിക്കും. ഇനി constructive interferenceൻ്റെ കേസിൽ ഫിലിമിൽ for the film to appear bright, ഫിലിം ബ്രൈറ്റ് ആയിട്ട് കിട്ടണമെങ്കിൽ ലാംഡ എന്ന് പറയുന്നത് ഡെൽറ്റ എന്ന് പറയുന്നത് n പൈ ആയിരിക്കും. n is equal to 0, 1, 2, 3 etc. 2 mu t cos r plus or minus lambda by 2 is equal to n lambda എന്ന് എഴുതാം. അപ്പോൾ 2 mu t cos r എന്ന് പറഞ്ഞാൽ ഇത് ഇപ്പുറത്തോട് കൊണ്ടുവരും. n lambda minus lambda by 2, 2n minus 1 lambda by 2 നമ്മൾ കോമൺ എടുക്കുകയാണെങ്കിൽ 2n minus 1 is where n is equal to 0, 1, 2, 3 etc. ഇനി കണ്ടീഷൻ ഫോർ ഡിസ്ട്രക്റ്റീവ് ഇൻഡിഫറൻസ് പറഞ്ഞാൽ ഫോർ ദ ഫിലിം അപ്പിയർ ഡാർക്ക് ആയിട്ട് അപ്പിയർ ചെയ്യാൻ ഡെൽറ്റ is equal to 2n minus 1 into lambda by 2, n is equal to 1, 2, 3 etc. ഇനി 2 mu t cos r മൈനസ് ലാംഡ ബൈ 2 വരും. therefore 2n minus 1 into ലാംഡ ബൈ 2. ഇതിപ്പുറത്തോട്ട് ഇടുമ്പോൾ 2n ലാംഡ ബൈ 2 മൈനസ് ലാംഡ ബൈ 2 പ്ലസ് ലാംഡ ബൈ 2 ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് 2 mu t cos r is equal to n ലാംഡ എന്ന് പറഞ്ഞു. വേറെ n is equal to 1, 2, 3 etc. ഓക്കെ, താങ്ക് യു. അടുത്ത ടോപ്പിക് അടുത്ത വീഡിയോയിൽ ഇടാം. താങ്ക് യു.